ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പോൾ ഇന്നൊരു ഇൻ്റർവ്യൂവിന് പോകണം കേട്ടോ. എനിക്കല്ല, എൻ്റെ ഫ്രണ്ടായ ആദ്യത്തെ ഒപ്പം പോണത്. തൃപ്പൂണിത്തറയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്, ദേവി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ക്രിസ്മസിൻ്റെ തലേദിവസമല്ല, ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. ഒരു ബ്ലോക്ക് ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ 8 മണിക്ക് ഞങ്ങൾ വയറ്റിലെ ഹബ്ബിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് നേരത്തെ അല്ലേ, അപ്പോൾ ചായ ഒക്കെ കുടിച്ച് പോകാമെന്ന് വെച്ച് ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ബസ് കയറിയിട്ട് തൃപ്പൂണിത്തറയ്ക്കുള്ള ബസ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്കൊക്കെ വരുന്നത്. അതിൻ്റേതായ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, ഇങ്ങനെ വന്ന് ശീലിച്ചാലല്ലേ നമുക്ക് ഓരോന്നും മനസ്സിലാവുള്ളല്ലേ. അങ്ങനെ ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ HR റൂമിൻ്റെ അവിടെ ഇരിക്കണം. അപ്പോൾ വേറൊരു കുട്ടിയും കൂടി ഇൻ്റർവ്യൂവിന് കേട്ടോ. അങ്ങനെ അവളെ വിളിച്ച് അങ്ങനെ പോയി 2 മണിക്കൂർ പോസ്റ്റ് ചെയ്യുന്നുട്ടാ. ഈ ഇരിപ്പ് കണ്ടാൽ വിചാരിക്കും എനിക്കും കൂടി ഇൻ്റർവ്യൂ ഉണ്ടെന്നല്ലേ. പക്ഷെ എനിക്കൊന്നും ഇല്ല, അവൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇത് വിശപ്പിൻ്റെയും അവളത് നോക്കിയിരിക്കണത് അവൾക്ക് എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വന്ന്, അവളെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾക്ക് അവിടെ ജോലി സെറ്റായിരുന്നു. അതേപോലെ തന്നെ ജോലി സെറ്റായിട്ടുണ്ട്. അങ്ങനെ മറ്റന്നാൾ വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൾ മറ്റന്നാൾ പോകും. അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകണേക്കാകുമ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഹോട്ടലിൽ തപ്പണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ സ്ഥലങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഹോട്ടലിലൊന്നും കയറിയില്ല. ഞങ്ങൾ നേരെ എടപ്പള്ളിക്ക് വിട്ടു. കാരണം രാവിലെ കഴിച്ച ഹോട്ടലിൽ അത്ര തൃപ്തിയായില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് എടപ്പള്ളിയിൽ പോയി അവിടെ എവിടെയെങ്കിലും നിന്ന് കഴിക്കാമെന്ന് വെച്ച് അങ്ങോട്ട് പോകണ്ട. അപ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ലുലു മാളിലേക്ക് പോവാം, അവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ ലുലു മാളൊക്കെ എത്തിയിട്ടുണ്ട്. ലുലു മാളിൽ ആദ്യം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയപ്പോൾ അവിടെ അധികം ഓഫേഴ്സൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങളേലും ബഡ്ജറ്റും ഇല്ല. അത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് മോളിൽ പോയി ഫുഡ് കഴിക്കണമെന്ന് ഞങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ. അപാര വിശപ്പെന്ന് വെച്ചാൽ അപാര വിശപ്പായിരുന്നു. അങ്ങനെ പോകാൻ നേരത്തിന് വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ അടി വന്നപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഓരോന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഓക്കെ, ബായ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവരും ക്രിസ്മസ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറയണേ. ബായ്.